നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ബിസിനസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇഫക്റ്റീവ് ഹയറിംഗ്. എങ്ങനെ വളരെ ഫലപ്രദമായി ഒരാളിനെ ഹയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. നിങ്ങൾക്കറിയാം ഹൗ ടു ബിക്കം ആൻ ഓൺട്രപ്രണർ, അതുപോലെ തന്നെ മാർക്കറ്റ് എങ്ങനെ നമുക്ക് നമ്മുടെ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാം, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, ബിസിനസ് സ്ട്രാറ്റജികളെക്കുറിച്ച്, ഫോക്കസ്ഡ് മാർക്കറ്റിംഗ്, ജെൻസി മാർക്കറ്റിംഗ് അതായത് പുതിയ തലമുറയുടെ മാർക്കറ്റിംഗ്, ഈവൻ സെയിൽസ്, അതുപോലെ ബ്രാൻഡിങ്, കസ്റ്റമർ കെയർ, ഇങ്ങനെയെല്ലാം കുറേ വീഡിയോകൾ നമ്മൾ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമായി നമ്മൾ ചെയ്തിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോ പുതിയതായി സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നവർക്കും പുതിയതായി ജോലി തിരയുന്നവർക്കും വേണ്ടിയുള്ളതാണ്. ആയതിനാൽ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ഒരു ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയി എത്രത്തോളം എഫിഷ്യൻ്റാണ്, എത്രത്തോളം ഇൻറ്റിഗ്രിറ്റി ഉള്ളവരാണ്, എത്ര സ്ഥാപനവുമായി എന്തുമാത്രം ആത്മാർത്ഥതയുള്ളവരാണ് എന്നതും കൂടെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരു പുതിയതായി ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോട് വേണം ചെയ്യാൻ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾ തരുന്ന പോസിറ്റീവ് കമൻറ്റുകളാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഒരു എംപ്ലോയിയെ അപ്പോയിൻറ്റ് ചെയ്യാം എന്ന് നമ്മളൊക്കെ സാധാരണ ഒരു ചെറിയ മിഡിൽ ക്ലാസ് ബിസിനസ്സിലൊക്കെ എംപ്ലോയി അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്? ഒന്നുകിൽ ആരെങ്കിലും ഒരു റെഫറൻസ് പറയും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും പറയും, ഇടേ നമ്മളെ വേണ്ടപ്പെട്ടൊരു പയ്യനാണ്, എന്തെങ്കിലും ഒരു ജോലി എടുക്കണമെന്ന് പറയും. അങ്ങനെയാണ് നമ്മളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. പക്ഷേ ബിസിനസ് വേറെ, റിലേഷനും സുഹൃത്ത് ബന്ധവും വേറെ. ബിസിനസ്സിനെ ബിസിനസ്സായി തന്നെ കാണാൻ നമുക്കാകണം. അപ്പോൾ ഇന്നത്തെ ഇഫക്റ്റീവ് ഹയറിങ്ങിനെ നമ്മൾ 7 പോയിന്റുകളായിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ വീഡിയോകളും വളരെ വ്യക്തമായി പോയിന്റ് ബൈ പോയിന്റുകളായിട്ടാണ് എടുക്കുന്നത്. വളരെ വ്യക്തവും വളരെ സുതാര്യവും ആർക്കും മനസ്സിലാവുന്ന രീതിയും സിമ്പിളായിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇത് 3 P's ആണ്: പ്ലാൻ, പ്രിപ്പയർ ആൻഡ് പ്രോസസ്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്രൂട്ട്മെൻറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനെ കുറിച്ചാണ്. മൂന്നാമത്തെ പോയിന്റ് ഇഫക്റ്റീവ് ഇൻ്റർവ്യൂ ടെക്നിക്സിനെ കുറിച്ചാണ്. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് പൊട്ടൻഷ്യൽ, പെർഫോമൻസ്, സ്കിൽ ആൻഡ് വിൽ. അഞ്ചാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കിൽ ആൻഡ് ഹാർഡ് സ്കിൽ. ഈ 2 സ്കില്ലും നമുക്ക് ആവശ്യമുള്ളതാണ്, അതിനെക്കുറിച്ചാണ്. ആറാമത്തെ പോയിന്റ് ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ്. ഏഴാമത്തെ പോയിന്റ് വെൽക്കമിങ്. ഈ അങ്ങനെ 7 പോയിന്റുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോരോ പോയിന്റുകളായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, പ്ലാൻ, പ്രിപ്പയർ ആൻഡ് പ്രൊസീജിയർ. പ്ലാനിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഒരാളിനെ പുതിയതായി റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ കൃത്യമായ പ്ലാനിങ് നമുക്കുണ്ടാകണം. പ്ലാനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളൊരാളിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഈ ആളിനെ നമ്മൾ പുറത്തു നിന്ന് റിക്രൂട്ട് ചെയ്യണമോ അതോ അകത്ത് ഉള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റാഫിന് പ്രൊമോഷൻ കൊടുത്ത് മുകളിലേക്ക് കൊണ്ടുവരണോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ എടുക്കുന്ന ആൾ ഏത് പോസ്റ്റിലേക്കാണ് എടുക്കുന്നത്, ഈ ആളിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ആവശ്യമുണ്ടോ എന്നൊന്നുകൂടെ ചിന്തിക്കണം. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് അദ്ദേഹത്തിന് എന്ത് ജോബ് ടൈറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, ഈ ജോബ് ടൈറ്റിലേക്ക് ആണോ നമ്മൾ ആളിനെ എടുക്കേണ്ടത്, എന്ത് ഗ്രേഡിലെടുക്കണം, ഇനി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തായിരിക്കണം അദ്ദേഹത്തിൻ്റെ വർക്ക് അവർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് ആ ആളിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, നല്ലൊരു പ്രിപ്പറേഷൻ നമുക്കതിന് വേണ്ടി വേണം. ആ ജോലിയുടെ ജോബ് ഇൻഫർമേഷനെ കുറിച്ച് നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. ഒരാളിനെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ആളിൻ്റെ ജോബ് പെർഫോമൻസ് എങ്ങനെ ഇരിക്കണം, അദ്ദേഹത്തിൻ്റെ എന്തെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ആ വർക്ക് റെസ്പോൺസിബിലിറ്റി എന്താണ്, അത് നമ്മുടെ അതിനകത്ത് കൃത്യമായ റൈറ്റപ്പിൽ ഉണ്ടാകണം. ഈ പുതിയതായി എടുക്കുന്ന ആൾ എത്രത്തോളം നമ്മുടെ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും, രണ്ടാമത് നമ്മുടെ ബിസിനസ്സിലേക്ക് എത്ര വാല്യൂ ആഡഡ് സർവീസസ് ആണ് എംപ്ലോയിയെ കൂടെ ഹയർ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുക, ഇതിനെക്കുറിച്ച് കൃത്യമായി നമ്മളൊരു എഴുതി ഉണ്ടാക്കണം. അദ്ദേഹം ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും, ഏത് സമയത്ത് റിപ്പോർട്ട് ചെയ്യും, ഇതിൻ്റെ എല്ലാം കൃത്യമായ ഒരു പ്രിപ്പറേഷൻ, ഈ പ്ലാനിങ് പോലെ തന്നെ അതിനെ കൃത്യമായി എഴുതി ഉണ്ടാക്കിയ ഒരു പ്രിപ്പറേഷൻ നമുക്കുണ്ടാകണം. ഇനിയാണ് നമ്മുടെ മൂന്നാമത്തെ P എന്ന് പറയുന്നത് പ്രോസസ്സ്. എന്തെല്ലാം പ്രോസസ്സ് നമ്മൾ അതിന് മുമ്പ് ചെയ്യണം. ഒരാളിനെ
എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ 3 Pകളും നമ്മൾ ശ്രദ്ധിക്കണം. അതിലും അവസാനത്തെ P ആയ പ്രോസസ്സ്. എന്തെല്ലാം പ്രോസസ്സാണ് നമ്മൾ അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് എന്നുണ്ട്. പ്രോസസ്സിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസസിനെ കുറിച്ചുള്ള പ്രോസസ്സ് നമ്മൾ നടത്തി വെക്കണം. അതുപോലെ തന്നെ സ്കില്ലിനെ കുറിച്ചാണെങ്കിൽ എത്രത്തോളം സ്കിൽ നമുക്ക് നമ്മുടെ ജോബ് സ്കില്ലുമായി എത്രത്തോളം മാച്ച് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രോസസ്സ് നമ്മൾ നടത്തി വെക്കണം. അതുപോലെ തന്നെ അദ്ദേഹം എത്രത്തോളം എക്സ്പെർട്ടൈസ് ഉള്ള ആളാണ്, എത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമുക്ക് റിക്വയർമെൻ്റ് ആയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഈ 3 P's ആണ് ഒന്നാമത്തെ പോയിൻ്റ് ഉള്ളത്. പ്ലാൻ വേണം, കൃത്യമായി പ്രിപ്പയർ വേണം, നന്നായി പ്രോസസ്സിങ്, അതിന് വേണ്ടുന്ന പ്രോസസ്സ് നമ്മൾ നന്നായി നടത്തി വെക്കണം. ഈ 3 P's ആണ് നമുക്ക് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്. ഒരു റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ്, ഒരു 4 സ്റ്റെപ്പുകളായിട്ടാണ് നമ്മൾ അതിനെ ചെയ്യുന്നത്. ഒന്നാമത് നമ്മുടെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യും. ഒരു ജോബ് നമുക്ക് ആ ഓപ്പണിംഗ് വരികയാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജോബ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് അത് ഒരു സെല്ലിംഗ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് സെല്ലിംഗ് ചെയ്യുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു നല്ല കമ്പനിയാണ്, വെളിയിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. നമ്മളൊരു റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ കോളത്തിൽ ഒരു പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിലയാണ് ഇകഴ്ത്തി കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് എപ്പോഴും കീപ്പ് ചെയ്യണം ഒരു ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ കൃത്യമായി ചിട്ടയായ രീതി ആയിരിക്കുന്നില്ല എങ്കിൽ, കൃത്യമായ പ്ലാനിങ്, കൃത്യമായ പ്രൊസീജിയറൊന്നും പാലിക്കാതെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോകുന്നതെങ്കിൽ അത് നമ്മുടെ വാല്യൂ ഇകഴ്ത്തി കാണിക്കും. ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നതുകൊണ്ട് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് ശ്രദ്ധിക്കണം കൃത്യമായി. രണ്ടാമത്, നല്ല വൈഡ് ഓഡിയൻസിൻ്റെ അടുത്ത് വേണം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത് വലിയൊരു ഓഡിയൻസിലേക്കായിരിക്കണം. ഇതൊരു ജോബ് സെല്ലിംഗ് എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ, നമ്മുടെ ബിസിനസ്സിൻ്റെ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ അത് മറന്നു പോകരുത്. നമ്മളൊരു ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്രെഡിബിലിറ്റി ഉണ്ടാകണം. രണ്ടാമത്തെ പ്രോസസ്സാണ് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തു, ഇനിയാണ് ഇൻ്റർവ്യൂ. പല ആൾക്കാരും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വിളിച്ചിരുത്തി ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്നിരിക്കുന്നത് ഒരു കാൻഡിഡേറ്റ് ആണല്ലോ, നമുക്ക് എന്തും ചോദിക്കാം എന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. ഇൻ്റർവ്യൂവിന് ഒരു കൃത്യമായി പാനൽ ഉണ്ടാവണം. മാത്രമല്ല, ഇൻ്റർവ്യൂവിന് എത്ര കാൻഡിഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അവരുടെ ബയോഡാറ്റ കൃത്യമായി പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ച് നന്നായി നമ്മൾ ഹോംവർക്ക് ചെയ്തിരിക്കണം. അതുമാത്രമല്ല, ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ നമ്മൾ ആളിനെ എടുക്കുന്നത്, സേ ഫോർ എക്സാമ്പിൾ മാർക്കറ്റിങ്ങിലേക്കാണ് ആളിനെ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഹെഡ് അവിടെ ഉണ്ടാവണം. അക്കൗണ്ട്സിലേക്കാണ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണോ ആ ആളിനെ കൂടി ഇൻ്റർവ്യൂ ബോർഡിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇൻ്റർവ്യൂക്ക് കൃത്യമായ ഒരു പാനൽ ഉണ്ടാവണം. കൃത്യമായ ചോദ്യാവലികൾ എഴുതി ഉണ്ടാക്കി ഒരു കൃത്യമായ ചിട്ടയായ രീതിയിൽ കൂടി വേണം ഇൻ്റർവ്യൂ ചെയ്യാൻ. മൂന്നാമത്തെ പോയിൻ്റാണ് കോൾ ഫോർ. അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോൾ ലെറ്റർ അയക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. നമ്മൾ അതിൽ നിന്നൊരു 4 കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കരമായ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റിൽ ആ ജോബിന് കിട്ടുന്നതിൽ നല്ലൊരു ഫെയർ വാല്യൂ, ഫെയർ ആയിട്ടുള്ള ഒരു സാലറി പാക്കേജും കാര്യങ്ങളും വേണം നമ്മൾ ഓഫർ ചെയ്യാൻ. എങ്കിൽ മാത്രമാണ് നാളെ നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ജനം അറിയുന്നത്. അവിടെ ഒരു ജോലി കിട്ടുന്നത് അഭിമാനമായി ആൾക്കാർ കാണും. അത് നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ സ്ഥാപനത്തിനും സ്ഥാപനത്തിൻ്റെ വാല്യൂ ഒരുപാട് ഉയർത്തി കാണിക്കും. ആൾക്കാർ പറയണം അവിടെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല എന്ന് പറയത്തക്ക രീതിയിലാകണമെങ്കിൽ നമ്മുടെ ഓഫർ പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡ് വെക്കാൻ പറ്റും. എന്നാലും മാർക്കറ്റിൽ നമ്മൾ ഒരാളിനൊരു ജോബ് ഓപ്പണിംഗ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ചെറിയ എമൗണ്ടിൻ്റെ ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് ആദ്യമേ ഒരു മാർക്കറ്റ് റേഷ്യോ അനുസരിക്കാത്ത അതിലും താഴ്ന്ന് ഒരു ഓഫർ ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. വെൽക്കം ചെയ്യുന്നത് അത് പിന്നീട് ഒരിക്കൽ കൂടി നമ്മൾ വെൽക്കമിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ വരുമ്പോൾ നമ്മൾ കൂടുതൽ വ്യക്തമായി പറയും. എന്നിരുന്നാലും ഒരു ആളിനെ നമ്മളെ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ചെറിയ പ്രൊസീജിയറുണ്ട്. അവർക്ക് വേണ്ടുന്ന നെസസറി ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് കമ്പനിയുമായി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പോളിസീസുമായി ബന്ധപ്പെടുത്തുക. ഈ 4 ആണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നത്. രണ്ടാമത് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. മൂന്നാമത് ആളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വായിക്കുന്നത്. നാലാമത്തെ പോയിന്റ് അദ്ദേഹത്തെ നമ്മുടെ
സ്ഥാപനവുമായി എങ്ങനെയാണോ ബ്ലെൻഡ് ചെയ്യുന്നത്. ഈ 4 പ്രൊസീജിയറാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ വരുന്ന 4 സ്റ്റെപ്പുകൾ. നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ് ഇഫക്റ്റീവ് ഇൻ്റർവ്യൂ ടെക്നിക്സ്. ഇൻ്റർവ്യൂവിന് കൃത്യമായ കുറച്ച് ടെക്നിക്കുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഇൻ്റർവ്യൂ ഒരിക്കലും ഒറ്റയ്ക്കൊരാളിനെ വിളിച്ചിരുത്തി ആകരുത്. കൃത്യമായും ഒരു ബോർഡ് അല്ല ഇൻ്റർവ്യൂ ബോർഡ് മിനിമം 3 പേരടങ്ങുന്ന ഒരു ഇൻ്റർവ്യൂ ടീമായിരിക്കണം ഒരു കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ. മാത്രവുമല്ല, ആ കാൻഡിഡേറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എത്രത്തോളം എഫിഷ്യൻ്റാണ്, അദ്ദേഹത്തിന് എന്തുമാത്രം സ്കില്ലുണ്ട്, എന്തുമാത്രം വർക്ക് നോളജ് ഉണ്ട്, എത്രമാത്രം എക്സ്പെർട്ടൈസാണ് ആ ജോബിൽ എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ എത്തിക്സ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിൽ കൂടെയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് ഇഫക്റ്റീവായിട്ടുള്ള ചില ടെക്നിക്കുകളുണ്ട്. അതായത് എപ്പോഴും ഒരു ഇൻ്റർവ്യൂവർ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാവൂ എന്നാണ് പറയുന്നത്. അതായത് ഒറ്റ യെസ് നോയിൽ ഉത്തരം പറയുന്ന രീതിയിലാകരുത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കാൻഡിഡേറ്റിന് ഉത്തരം പറയാൻ ഉണ്ടാകണം. അദ്ദേഹത്തിൻ്റെ തോട്ട് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്ന രീതിയിൽ ഉത്തരം വരത്തക്ക ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ ഇൻ്റർവ്യൂക്കാർ തയ്യാറാവണം. നിങ്ങൾക്ക് ടീം വർക്കാണോ ഇഷ്ടം, അതേ സ്റ്റാൻഡാണോ, ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം, അത് ഒറ്റ ചോദ്യം ചോദിച്ചത് അത് ക്ലോസ് എൻഡഡ് യെസ് നോ. ഒറ്റയ്ക്ക് ഇഷ്ടമാണോ ജോലി ഇഷ്ടം, യെസ്. നിങ്ങൾക്ക് കൂട്ടായിട്ട് ജോലി ചെയ്യുന്നതാണോ ഇഷ്ടം, യെസ്. തീർന്നല്ലോ. അങ്ങനെയുള്ള ഉത്തരം വരുന്ന ചോദ്യങ്ങളായിരിക്കരുത്. പക്ഷേ നമ്മുടെ ചോദ്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാനും കഴിയണം ഈ ടീം വർക്കിലേക്ക് നമുക്ക് ആകുന്നതാണ്. എങ്ങനെയുള്ള റിപ്പോർട്ടിംഗ്, നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം, എങ്ങനെയുള്ള വർക്ക് എൻവയോൺമെൻറ്റാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പം പറയും, ഞാൻ കഴിഞ്ഞ കമ്പനിയിൽ ഭയങ്കര രസമായിരുന്നു, നമ്മൾ 10 മണിക്ക് ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ 5 മണി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ടൈം 5 മണി വരെയാണ്. പക്ഷേ നമ്മൾ 5 മണിക്കൊന്നും പോകത്തില്ല സാറേ, നമ്മൾ 6-7 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്താൽ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് പിന്നെ നമ്മൾ കൂട്ടുകാരെല്ലാം കൂടെയൊക്കെ കൂടി കഥയൊക്കെ പറയും. നമ്മൾ പിരിയുമ്പോൾ 8 മണിയൊക്കെ കഴിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹം, ചില ആൾക്കാരുണ്ട് 9 to 5 ജോലി ചെയ്യുന്ന, 5 മണി 4:55 ആകുമ്പോഴേ റെഡിയായി, ഈവൻ ടോയ്ലറ്റിലും ഒക്കെ പോയി എല്ലാം റെഡിയായി ബാഗും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. 5 മണി ക്ലോക്ക് അടിക്കും, അപ്പോഴേ പോകും. ഈ അങ്ങനെ വർക്ക് എത്തിക്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് നമ്മൾ കൃത്യമായി ഇൻ്റർവ്യൂ ടെക്നിക്കുകളിലൂടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അയാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെയുള്ള, അവിടുത്തെ ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു, അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു, എങ്ങനത്തെ വർക്ക് അറ്റ്മോസ്ഫിയറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, എവിടെയാണ് നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, എനിക്ക് കൂടുതൽ സന്തോഷം പകരുന്നത് എങ്ങനെയുള്ള ഗ്യാതറിങ്ങുകളിലാണ്. ഇങ്ങനെയുള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനുകൾ വേണം ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കൃത്യമായി ചോദിക്കാൻ. അതുപോലെ തന്നെ നല്ല ആക്ഷൻ, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അവിടെ ഇങ്ങനെ ഈ ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വന്നപ്പോൾ, ഒരു അക്കൗണ്ട്സുകാരൻ്റെ അടുത്ത് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായപ്പോൾ എങ്ങനെയാണത് ഓവർകം ചെയ്തത്, കഴിഞ്ഞ കമ്പനിയുടെ ടേൺ ഓവർ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അതിനെ കൂടാൻ ശ്രമിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ അതങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് ഒരു ലോങ് ടൈം ആൻസറുകൾ, അദ്ദേഹം എത്രത്തോളം ബ്രോഡായി ചിന്തിക്കുന്ന വ്യക്തിയാണ് എന്നെല്ലാം മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങൾ അയാളുടെ അടുത്ത് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമുക്കതോടുകൂടി മനസ്സിലാക്കാൻ കഴിയണം. 4ാമത്തെ പോയിൻ്റാണ് പൊട്ടൻഷ്യൽ, പെർഫോമൻസ്, സ്കിൽ, വിൽ. ഈ 4 കാര്യങ്ങളും ഒരു കാൻഡിഡേറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പൊട്ടൻഷ്യലുള്ള ആളാണോ, നമുക്ക് ഇദ്ദേഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഇവന് നമുക്ക് ഒരു മാനേജർ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അതും ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ, അതൊക്കെ നമ്മൾ പുതിയതായിട്ട് ഒരാളിനെ ഹയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എത്രത്തോളം പൊട്ടൻഷ്യലുള്ള ആളാണ്, നല്ല സ്കില്ലുള്ള ആളാണോ, നല്ല വില്ലുള്ള ആളാണോ. ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട്സിലേക്കാണ് എടുത്തത് ആളിനെ, നല്ല കണക്കിൻ്റെ കാര്യത്തിൽ മിടുക്കനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും, പക്ഷേ നമുക്ക് നന്നായി പൊട്ടൻഷ്യലില്ല, അതായത് ഒരു മാനേജർ ലെവലിൽ നിന്ന് കൊണ്ടുപോകാൻ മാനേജ്മെൻറ്റ് അതൊന്നും അയാൾക്ക് കഴിയില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇൻ്റർവ്യൂവിൽ കഴിയണം. എത്രത്തോളം പൊട്ടൻഷ്യലുണ്ട്, വർക്കിൽ നല്ല നോളജ് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ചില ആൾക്കാരിൽ വ്യക്തികൾ ഉണ്ടായി എന്ന് വരില്ല. അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് പെർഫോമൻസ് നമുക്ക് എങ്ങനെയെല്ലാം മനസ്സിലാക്കാൻ പറ്റും. ഇതിനു മുമ്പ് നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോലി ചെയ്തത്, എത്ര വർഷം ജോലി? സാറേ, ഞാൻ കഴിഞ്ഞ കമ്പനി എനിക്ക് വിടത്തില്ലായിരുന്നു, കഴിഞ്ഞ എൻ്റെ കമ്പനിയിൽ ഞാൻ 10 വർഷം ജോലി ചെയ്തതാണ്. ഞാൻ ഇപ്പോൾ വരുമ്പോഴും ഒരു ചെറിയ കാര്യത്തിന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും, എനിക്കുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലും എൻ്റെ കമ്പനി എന്നെ വിടത്തില്ലായിരുന്നു. ഞാൻ അത്ര നല്ല, നമുക്കും തോന്നുക നല്ല പയ്യനാണല്ലോ, 10 വർഷമായിട്ട് ആ കമ്പനിയിൽ അവൻ എത്രത്തോളം പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ട്, എത്ര അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്,
എന്തെല്ലാം ഉന്നതികൾ അവിടെ നേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ചില ആൾക്കാരുണ്ട് കാലദൈവമായിട്ട് അവിടെ ഇരിക്കും, ഗുണവുമില്ല ദോഷവുമില്ല, കമ്പനി കളയാനും പറ്റത്തില്ല, വെക്കാനും പറ്റത്തില്ല, 10 അല്ല 15 വർഷം വേണമെങ്കിലും ജോലി ഒരിക്കലും ആകാൻ പാടില്ല. ഒരു കമ്പനിയിൽ 10 വർഷം ജോലി ചെയ്തിരുന്നു എന്ന് വിചാരിച്ച് ആ ആള് അത്ര പൊട്ടൻഷ്യലും അത്രത്തോളം പെർഫോമൻസും ഉള്ള വ്യക്തി ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പം പെർഫോമൻസ് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കമ്പനിയിൽ കിട്ടിയ പ്രൊമോഷൻസ് എത്ര അവാർഡുകൾ അച്ചീവ് ചെയ്തു, എത്ര ഇൻസെൻറ്റീവ്സ് കളക്ട് ചെയ്തു, സ്വന്തം കരിയറിൽ എന്തെല്ലാം ഗ്രോ ചെയ്തു എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് അദ്ദേഹം എത്ര പെർഫോമറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ചേർത്ത് പറയുന്നതാണ് വില്ലും സ്കില്ലും. ചില ആൾക്കാരുണ്ട് നല്ല വിൽ പവറാണ്, ഞാൻ ചെയ്യാം സാറേ, അത് ഞാൻ ചെയ്യാം, പക്ഷെ ജോലി അറിയത്തില്ല. എന്ത് ചാടി നിൽക്കും, രാവിലെ തൊട്ട് വൈകിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കും, പക്ഷെ ജോലി അറിയത്തില്ല, സ്കില്ലില്ല. വില്ലുണ്ട്. ചില ആൾക്കാരുണ്ട് നല്ല സ്കില്ലാണ്, പക്ഷെ ഒന്നും ചെയ്യൂല, എല്ലാം അറിയാം, പക്ഷെ ചെയ്യാനുള്ള മനസ്സില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സ്കില്ലും ഉണ്ട്, വില്ലില്ല. ചില ആൾക്കാർ വില്ലുണ്ട് പക്ഷേ സ്കില്ലില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കണം, ആളിന് നല്ല പെർഫോമർ ആയിരിക്കണം, സ്കില്ലുണ്ടാവണം, വില്ലുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണമില്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അദ്ദേഹത്തിന് ആ ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരാളിനെ ഹെയർ ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. 5ാമത്തെ പോയിൻ്റാണ് സോഫ്റ്റ് സ്കിൽ ആൻഡ് ഹാർഡ് സ്കിൽ. ചില വ്യക്തിത്വങ്ങൾക്ക് നല്ല സോഫ്റ്റ് സ്കില്ലുള്ള ആൾക്കാരായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കും, നല്ല എത്തിക്സ് ഉണ്ടായിരിക്കും, കമ്പനിക്ക് വേണ്ടി നല്ല കമ്പനിയുമായി ചേർന്ന് പോകാൻ പറ്റിയ സോഫ്റ്റ് സ്കിൽ ഉള്ള ആളായിരിക്കും, ഒരു മാനേജറിയൽ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കും, സബോർഡിനേറ്റുമായി നല്ല പെരുമാറ്റമുള്ള ആളായിരിക്കും, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. ഇത്തരം സോഫ്റ്റ് സ്കില്ലുകൾ എത്രത്തോളം ആ കാൻഡിഡേറ്റിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചേർത്ത് പറയുന്നതാണ് ഹാർഡ് സ്കിൽ. ഹാർഡ് സ്കില്ല് വരുന്നതാണ് ഡ്രൈവിംഗ്. ഒരു ഹാർഡ് സ്കില്ലാണ്, നമുക്ക് ആവശ്യമില്ല, നമുക്ക് അക്കൗണ്ട്സിലേക്കാണ് ആൾ ആവശ്യമുള്ളത്. എന്നാൽ ഒരു ഡ്രൈവിംഗ് കൂടെ അറിയാവുന്ന ഒരാളാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ എന്തെല്ലാം അതുപോലുള്ള ഹാർഡ് സ്കില്ലുകൾ, സോഫ്റ്റ്വെയറുകളുമായുള്ള നോളജുകളുണ്ട്, കമ്പ്യൂട്ടർ നോളജ്, നല്ല കമ്പ്യൂട്ടർ നോളജുള്ള പയ്യനാണ്, ടെക്നോളജിയുമായി നല്ല ടെക്നിക്കൽ നോളജുള്ള ആളാണ്. നമ്മുടെ കാൻഡിഡേറ്റിന് നമ്മളെ ജോബുമായി ബന്ധമില്ലെങ്കിൽ കൂടി ഇത്തരം ഹാർഡ് സ്കില്ലുകൾ അവർക്ക് ഒരുപാട് നമുക്ക് കമ്പനിയിൽ ഗുണം ചെയ്യും. ഈവൻ ഇന്നത്തെ കാലത്ത് എടുക്കുമ്പോൾ AI കുറിച്ച് പോലും ചോദ്യങ്ങൾ ചോദിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എത്രത്തോളം നോളജ് ഉണ്ട്, അതൊരു ആഡ് ഓൺ ആണ്. വരും തലമുറയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നോളജ് ഇല്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നതിന് തുല്യമാകുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരം സോഫ്റ്റ് സ്കില്ലുകളും ഹാർഡ് സ്കില്ലുകളും നമുക്ക് എപ്പോഴും നമ്മുടെ സ്ഥാപനത്തിലേക്ക് അങ്ങനെയുള്ള എംപ്ലോയീസ് വരുന്നത് സ്ഥാപനത്തിൻ്റെ നന്മയ്ക്ക് നല്ലതാണ്. എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇത്തരം സോഫ്റ്റ് സ്കില്ലുകളും ഹാർഡ് സ്കില്ലുകളും സ്വായത്തമാക്കാൻ ശ്രമിക്കണം. അത് എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു പ്രത്യേക വാല്യൂ കിട്ടും. ഏത് ഇൻ്റർവ്യൂ ബോർഡിലും നിങ്ങൾ പോകുന്നത് ഞാൻ അക്കൗണ്ട്സിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു മാർക്കറ്റിംഗ് മാനാണ്, പക്ഷേ എനിക്ക് അതിനോടൊപ്പം ആഡ് ചെയ്ത് പറയാൻ എനിക്ക് 2-3 ഹാർഡ് സ്കില്ലുകളുണ്ട്. ഞാൻ നന്നായി കമ്പ്യൂട്ടർ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് നല്ല മിടുക്കനാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എനിക്ക് നല്ല നോളജാണ്, എനിക്ക് നന്നായി ഡ്രൈവിംഗ് ചെയ്യാനറിയാം. ഇത്തരം ഹാർഡ് സ്കില്ലുകൾ നമ്മുടെ എന്ത് ജോബാണോ ജോബിനെ കുറേ കൂടി മാറ്റുരയ്ക്കുന്നതാണ്. നമുക്ക് ഏത് ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നാലും നിങ്ങൾ പല ആൾക്കാരും ഇൻ്റർവ്യൂവിനൊക്കെ പോകും, നല്ല മിടുക്കനാണ്, ഇൻ്റർവ്യൂവിൽ സ്കിപ്പായി പോകാനുള്ള കാരണം ഇത്തരം കാര്യങ്ങളാണ്. ശ്രദ്ധിക്കുക. നല്ല ഇൻ്റർവ്യൂ എടുക്കാൻ അറിയുന്ന ആൾ നിങ്ങളുടെ 15 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾ എത്ര എത്തിക്സ് ഉള്ള വ്യക്തിയാണ്, എത്രത്തോളം ഇൻറ്റിഗ്രിറ്റി ഉള്ള വ്യക്തിയാണ് എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല നോളജ് നമുക്കുണ്ടായിരിക്കണം. 6ാമത്തെ പോയിൻ്റാണ് ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ്. നമ്മളൊരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. ഒരു മോശം മത്സ്യം ഒരു കുളത്തിലുള്ള എല്ലാ മത്സ്യങ്ങളെയും നശിപ്പിക്കുന്നൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഒരാൾ മതി നന്നായി പോകുന്നത് നമ്മുടെ സ്ഥാപനത്തിലെ മറ്റ് സ്റ്റാഫുകളെ കൂടെ ചീത്തയാക്കാൻ. അതുകൊണ്ട് ആളിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസ് എടുക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കഴിഞ്ഞ കമ്പനിയിൽ എവിടെയാണ് ജോലി ചെയ്തത്, അവിടെ നിന്ന് ഇറങ്ങാനുണ്ടായ സാഹചര്യം, കാരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, ഒരുപാട് കാലം നല്ല ടെക്നിക്കൽ നോളജുള്ള പയ്യനാണ്, കാര്യങ്ങളെല്ലാം ശരിയാണ്, പക്ഷേ 5 വർഷമായി ആ ഏരിയയിലോട്ട് പോയിട്ടില്ല. ആ കാരിയർ ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു? ജോബ് ഹണ്ടർ ഉണ്ട് ചില ആൾക്കാർ, അവിടെ നിന്ന് 1 മാസം ഉണ്ടായിരുന്നു, മറ്റേ കമ്പനിയിൽ 4 മാസം ഉണ്ടായിരുന്നു, ഇന്ന കമ്പനിയിൽ 8 മാസം ഉണ്ടായിരുന്നു. അത് നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല. അങ്ങനെയുള്ളവരാണോ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്യണം.
പ്രീവിയസ് ജോബ് റെഫറൻസസ്, നേരത്തെ ചെയ്തിട്ടുള്ള ജോബിൻ്റെ റെഫറൻസസുകൾ എടുക്കണം. ഒരു 10 വർഷം കൊണ്ടുള്ള ബാക്ക് റെഫറൻസ് നമുക്ക് എടുക്കാൻ പറ്റും, ഒരു ന്യൂ ഹെയർ അല്ലെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഏറ്റവും നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കൺട്രോൾ. എപ്പോഴും ഒരു സ്റ്റാഫിനെ എടുക്കുമ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങാം. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് വന്നൊക്കെപ്പെടുത്തോട്ട് സ്റ്റാഫിൻ്റെ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് കടങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങും. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാരുണ്ട്, എംപ്ലോയി ആയിട്ട് വെക്കാൻ കൊള്ളില്ല. ചെറിയ പൈസയുടെ കാര്യത്തിലൊക്കെ ആദ്യം അവൻ്റെ തന്നെ ഫിനാൻസ് കൺട്രോൾ ഇല്ല എങ്കിൽ അത് നല്ലൊരു സ്റ്റാഫല്ല. അതുപോലെ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്, എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും പോലീസ് കേസുണ്ടോ, ഇതെല്ലാം നമുക്ക് ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പല ആളുകളും ചെറിയ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യും. എംപ്ലോയി ഇതിനകത്ത് വന്നതിന് ശേഷമായിരിക്കും പറയുന്നത്, ഓഹ് പയ്യനൊക്കെ കൊള്ളാം, നല്ല ടെക്നിക്കൽ നോളജാണ്, പ്രശ്നമാണ് എല്ലാ സ്റ്റാഫുകളുമായിട്ടും അവൻ പ്രശ്നമാണ്, കടം വാങ്ങിക്കും, കടം കൊടുക്കും, അല്ലെങ്കിൽ വൈകിട്ടായി ഡ്യൂട്ടി സമയത്തൊക്കെ ഓക്കെയാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ശരിയല്ല. ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് റെഫറൻസസ് നമ്മൾ കൃത്യമായും എടുത്തിരിക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വാങ്ങി വയ്ക്കാം. അവരുടെ കഴിഞ്ഞ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡോക്യുമെൻ്റ് കൂടെ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ആ കാൻഡിഡേറ്റിനെ കുറിച്ച് നമുക്കുണ്ടാകും. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് റെഫറൻസസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവസാനത്തെ പോയിന്റ്, വെൽക്കമിങ്. ഒരു സ്റ്റാഫിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വെൽക്കം ചെയ്യേണ്ട ഒരു വലിയ പ്രോസസ്സാണ് ഇവിടെ. വെൽക്കം ചെയ്യേണ്ടത് എന്തിനോടൊപ്പമാണ്? പീപ്പിൾ, ആൾക്കാരുമായി വെൽക്കം ചെയ്യണം. നമ്മുടെ സ്റ്റാഫുകൾ എല്ലാവരുമായും ഒരു മിങ്കിൾ ചെയ്യാനുള്ള ഒരു വെൽക്കമിങ് ഉണ്ടാവണം. കൃത്യമായി നല്ല ഒരു വെൽക്കം ഒരു സ്ഥാപനത്തിലേക്ക് ആദ്യമായി ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു വാം വെൽക്കം വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ സ്റ്റൈലായിട്ടാണ് ചെയ്യുന്നത്. ബാനറൊക്കെ അടിച്ചിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് ചില പുതിയ സ്റ്റാഫൊക്കെ വരുമ്പോൾ. അങ്ങനെ നമ്മുടെ സ്റ്റാഫുമായി വെൽക്കം ചെയ്യാം. രണ്ടാമത് നമ്മളെ പ്രോസസ്സുമായി വെൽക്കം ചെയ്യണം. നമ്മളെ എന്ത് ജോബാണ്, അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരുടെയും വർക്ക് എങ്ങനെയാണ്, അത് ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ഒരു വെൽക്കമിങ് കൃത്യമായി ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മളെ പോളിസീസുമായി ഒരു വെൽക്കം ഉണ്ടാകണം. നമ്മുടെ പോളിസീസ് ഉണ്ട്, നമ്മുടെ ലീവ് പോളിസി ഉണ്ട്, നമ്മുടെ വർക്ക് ടൈം പോളിസീസ് ഉണ്ട്, അങ്ങനെയുള്ള നമ്മുടെ HR റിലേറ്റഡ് പോളിസീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഹയറാർക്കീസ് ഇതുമായിട്ടൊക്കെ കൃത്യമായി നമ്മളെ പോളിസീസുമായി കൃത്യമായ ഒരു വെൽക്കമിങ് ഈ പുതിയതായി വരുന്ന ആളിന് ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ജോലി സമയം എത്രയായിരിക്കും, എത്ര മണി വരെയാണ് ജോലി ചെയ്യേണ്ടത്, എവിടെയാണ് ഇരിക്കേണ്ടത്, അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റേഷൻ, അത് കംപ്ലീറ്റ്. 4ാമത്തെ പോയിന്റാണ് ഡോക്യുമെൻറ്റേഷൻ. കൃത്യമായി പുതിയതായി ഒരാളിനെ ഉള്ള സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ കൃത്യമായി ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡ് മുതലായ അങ്ങനെയുള്ള ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞ സ്ഥാപനത്തിൽ നിന്നുള്ള റിലീവിംഗ് ഓർഡർ, പുതിയ സ്ഥാപനത്തിലേക്ക് നമ്മൾ കൊടുത്ത അപ്പോയിൻമെൻറ്റ് ലെറ്റർ, അങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറുകളും കൃത്യമായും പാലിച്ചിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, ഫോട്ടോഗ്രാഫ്സുകൾ, ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട്, ആരെങ്കിലും എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ലെറ്ററുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം വെൽക്കമിങ്ങിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ കൃത്യമായി പാലിക്കണം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കമ്പനികളിൽ നല്ല സ്റ്റാഫുകളുണ്ടാവും. പക്ഷേ ഹയറിങ്, ആൾക്കാർ ഒരിക്കലും ഒരു ജോലി ഒരാളിനെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും കൃത്യമായ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ച് ആളിനെ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല എംപ്ലോയിയെ നമുക്ക് കിട്ടുകയും ആ എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്നും ഒരു അസറ്റ് ആയിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത് നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് ലാഭത്തിന് വേണ്ടി നമ്മൾ ചില കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഭത്തെക്കാൾ ഉപരി നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത്. അത് മറക്കരുത്. അപ്പോൾ 7 പോയിന്റ് കഴിഞ്ഞു. വീഡിയോ അവസാനം വരെ കണ്ടതിന് സന്തോഷം, വളരെ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും വേണം. നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻറ്റുകളും എനിക്ക് ഒരുപാട് ഊർജ്ജം പകരാറുണ്ട്. അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ കണ്ട വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ കൃത്യമായി ഇത് കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇതിൻ്റെ അടുത്ത വർഷം ചെയ്യുമ്പോഴേ അതും കൂടെ ആഡ് ചെയ്യാമെന്നേ. മാത്രമല്ല, ഇതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചോളം നല്ല എത്തിക്സ് ഉള്ള, നല്ല ഇൻറ്റിഗ്രിറ്റി ഉള്ള, സ്ഥാപനത്തോട് കൂറുള്ള എംപ്ലോയി ആ സ്ഥാപനത്തിന് എന്നും വില തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന എൻ്റെ ഈ വീഡിയോ കൂടെ സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. ബൈ.